ഹലോ. അപ്പോൾ ഇന്നൊരു സാറ്റർഡേ ആണ്. രാവിലെ എണീറ്റപ്പോഴേ തന്നെ നല്ല മടിയായിരുന്നു കേട്ടോ. വളരെ ആക്റ്റീവായിട്ടും പ്രൊഡക്റ്റീവായിട്ടൊക്കെ ചെയ്യണമെന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ എന്തോ എനിക്ക് ഒരു മൂഡും ഇല്ലായിരുന്നു. എന്തൊക്കെയോ പണികൾ ചെയ്യാനുണ്ട്, പക്ഷേ ഒരുപാട് പണികൾ ചെയ്യാനുള്ളപ്പോൾ ഒന്നും ചെയ്യാൻ തോന്നാത്തൊരു മൂഡ് എനിക്ക് മാത്രമാണോ എന്നറിയില്ല. സോ ഐ തോട്ട് ടു റീജുവനേറ്റ് മൈസെൽഫ്. എന്തൊക്കെയോ കാര്യങ്ങൾ ഒരുപാട് ചെയ്യാനായിട്ട് എന്തൊക്കെയോ പണികൾ എനിക്കുണ്ട്, പക്ഷേ എനിക്കൊന്നും ചെയ്യാൻ വയ്യ. അപ്പോൾ അപ്പോൾ എന്നെ തന്നെ ഒന്ന് ഒന്ന് റിലാക്സ് ചെയ്യേണ്ട, എൻ്റെ മൈൻഡ് ഒന്ന് റിലാക്സ് ചെയ്യണം എന്ന് എനിക്ക് തോന്നി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം പുറത്തൊക്കെ ഒന്ന് ചുറ്റി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. പുറത്ത് അത്യാവശ്യം നല്ല തണുത്ത കാറ്റാണ് കേട്ടോ വീശുന്നത്. അതെൻ്റെ ആ ഒരു ഇതിനകത്തെ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവുമായിരിക്കും. അപ്പോൾ ഞാനിങ്ങനെ കുറച്ച് നേരം സാധനങ്ങളൊക്കെ വാങ്ങാൻ പുറത്തൊക്കെ ഒന്ന് മൈൻഡൊക്കെ ഒന്ന് റിഫ്രഷ് ആക്കിയിട്ട് വരാം എന്ന് വിചാരിച്ചിരിക്കുകയാണ് കേട്ടോ. ഈ വെർജീനിയ വൂൾഫിൻ്റെ റൂം ഓഫ് വൺ സോൺ എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത് എംഎക്ക് പഠിക്കുമ്പോഴാണ് കേട്ടോ. എംഎക്ക് സെക്കൻഡ് ഇയർ പഠിക്കുമ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത്. അന്നേ എനിക്ക് ആ കോൺസെപ്റ്റിനോടൊരു ചെറിയ പാഷൻ തോന്നിയിട്ടുണ്ട്. അങ്ങനെ അതിൽ നിന്ന് ഞാൻ എൻ്റേതായ രീതിയിൽ ഉണ്ടാക്കിയൊരു കോൺസെപ്റ്റാണ് ലീവ് ദ ലൈഫ് ഓഫ് വൺ സോൺ എന്നുള്ളത്. ആദ്യം നമ്മൾ നമ്മുടെ ജീവിതം ഒന്ന് ജീവിച്ചിട്ട് വേണമല്ലോ ബാക്കിയുള്ളവർക്ക് വേണ്ടി ജീവിക്കേണ്ടുന്നത്. അപ്പോൾ അങ്ങനെ ഞാൻ ഷോപ്പിങ്ങിന് പോയ ഭാഗമായിട്ട് ഞാൻ സ്പെഷ്യലായിട്ട് വാങ്ങിയൊരു കാര്യം കാശ്മീരി മറ്റേ ഹൽദിറാമിൻ്റെ മിക്സ്ചറാണ്. ഒരുപാട് കേട്ട് ഞാൻ വാങ്ങിയതാണ് ഹൽദിറാമിൻ്റെ മിക്സ്ചർ നല്ലതാണെന്ന്. സാധാരണ ആ ബ്രാൻഡ് ഓഫ് മിക്സ്ചർ നല്ലതാണെങ്കിലും ഇതെനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. ഞാൻ വലിയ പ്രതീക്ഷയോടെ വാങ്ങിച്ചതാണ്. അതാണ് ആ ഫേസിലൊരു എന്താ പറയണ്ടേ, ഒരു ഇഷ്ടക്കേട് മുഖത്തങ്ങോട്ട് തെളിഞ്ഞു വന്നു. അപ്പോൾ ഞാൻ വിചാരിച്ച ഒരു ടേസ്റ്റ് അങ്ങോട്ട് വന്നില്ല. ചെറിയൊരു കയ്പ്പ് പോലെയാണ് എനിക്ക് തോന്നിയത്. എന്നാലും ഞാൻ പൈസ കൊടുത്ത് മേടിച്ചതല്ലേ, ഒന്നുകൂടെ ഒന്ന് ശ്രമിച്ചു നോക്കുന്നതാണ് ഇപ്പോൾ കണ്ടു നോക്കുന്നത്. എങ്ങാണ് രുചി തോന്നിയാലോ. പക്ഷേ ഒരു രക്ഷയില്ല, വീണ്ടും ഫ്ലോപ്പായിരുന്നു. സമ്മതിച്ച് തന്നേ പറ്റത്തുള്ളൂ. ഈ ഫ്ലേവർ എനിക്കത്ര ഇഷ്ടപ്പെട്ടില്ല. നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, എനിക്കെന്തോ അതിൻ്റെ ടേസ്റ്റ് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പോഴാണ് ഞാൻ വിചാരിച്ചത്, ഞാൻ മാംഗോ ഫ്ലേവറിലുള്ള യോഗേർട്ട് വാങ്ങിയായിരുന്നു. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇത് നിങ്ങൾ ഒന്ന് മിക്കവർക്കും അറിയാവുന്ന സംഗതി തന്നെയാണ്. എന്നിരുന്നാലും ഇതിപ്പോൾ ഞാൻ വിയേർഡ് കോമ്പിനേഷൻസ് ഒക്കെ കണ്ടുപിടിക്കാറുണ്ട്. അപ്പോൾ ഇതങ്ങനെ ഞാൻ കണ്ടുപിടിച്ചൊരു സംഗതിയാണ്. ഈ മാംഗോ ഫ്ലേവർ ആ യോഗേർട്ടിനകത്ത് നിങ്ങൾ കുറച്ച് ഈ ഹൽദിറാമിൻ്റെ മിക്സ്ചറും കൂടി ഇട്ട് മിക്സ് ചെയ്തൊന്ന് കഴിച്ചു നോക്കണം കേട്ടോ. ആദ്യം ഞാൻ ഇത് മാത്രമായിട്ടൊന്ന് കഴിച്ചു നോക്കി. എൻ്റെ പൊന്നെ സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. കാരണം വെച്ചാൽ കറക്റ്റ് നമ്മളൊരു പഴുത്ത മാങ്ങ കഴിക്കുന്ന ഒരു എഫക്റ്റ് തന്നെയാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടം മാംഗോയുടെ ഫ്ലേവറാണ്. പിന്നെ ഇത് എൻ്റെ ഒരു പാട്ട് പാടാനുള്ള ശ്രമമാണ്. ഞാൻ എന്നെ റീജുവനേറ്റ് ചെയ്യുന്നതാണ് കേട്ടോ. നിങ്ങളെന്നെ കളിയാക്കരുത്, ഞാൻ അത്ര വലിയ പാട്ടുകാരിയൊന്നുമല്ല. പക്ഷെ എന്നാലും ജസ്റ്റ് ഒന്ന് കേട്ട് നോക്കുക. മധുവായി മാറിയതാരേ അവളുടെ മിഴിയിൽ കരിമഷിയാലേ കനവുകളെഴുതിയതാരേ നിലവുകളെഴുതിയതാരേ അവളെ തരളിതയാക്കിയതാരേ അപ്പോൾ അത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ ഇന്നത്തെ കാര്യങ്ങൾ. ഇത്രയൊക്കെ ചെയ്തപ്പോഴത്തേക്ക് ഞാൻ ഓക്കെ ആയി. ഇനിയപ്പോൾ ബാക്ക് ടു വർക്ക് സെഷനാണ്. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഡേ.